ഇതൊരു വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. അപ്പോൾ ഇത് AC വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ ID4AC5540 എന്നതാണ്. അപ്പോൾ അത് ഇൻവെർട്ടർ AC-ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ പ്രിൻറ്റഡ് റേറ്റ് 6400 നമുക്ക് 4900 സംതിങ്ങിനാണ് കിട്ടിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ചാണ് മെയിൻ. 130 വോൾട്ട് മുതൽ 280 വോൾട്ട് വരെ ഇതിൻ്റെ വർക്കിംഗ് റേഞ്ചാണ്. ബാക്കിയുള്ള ഈ ഇൻവെർട്ടർ സ്റ്റെബിലൈസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഇതിൽ പിന്നെ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൈൻഡിങ് ഓവർ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് ഉള്ളതിൽ ഏറ്റവും നല്ല മോഡലാണ്. പിന്നെ അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് അനുസരിച്ചിട്ട് ഇതിൽ വരുന്നൊരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും, വോൾട്ടേജ് റേഞ്ചും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും ഉണ്ടാവും, കളറ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇത് ഡിസ്പ്ലേ ഈ കാണുന്നതിൻ്റെ LDR ആണ്. അതുപോലെ രാത്രി ആകുന്ന സമയത്ത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്കൊരു ഡിസ്റ്റർബ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ കൂളിംഗ് ഫാൻ എന്ന് പറഞ്ഞത്. കൂളിംഗ് ഫാൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, വെറുതെ കറങ്ങുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ്, പിന്നെ ടൈം ഡിലേ പറയുന്നത് 3 മിനിറ്റാണ്. ഓക്കെ, എന്താ പറയുക, 1.5 ടൺ AC വരെ സപ്പോർട്ട് ചെയ്യും. ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയിട്ട് അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ഔട്ട്പുട്ട് 3 മിനിറ്റ് ഡിലേ ചെയ്യിപ്പിക്കും. കാരണം അത് നമ്മുടെ AC കംപ്രസറിന് കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഈ കവർ അഴിച്ചിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇൻപുട്ടിൻ ലൈനിലെ കേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PCB നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ 3 വർഷമാണ് ഇതിന് വാറണ്ടി വരുന്നത്. പിന്നെ വാൾ മൗണ്ടും കൂടെ സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കിവിടെ സ്ക്രൂ വെച്ചിട്ട് വാൾ മൗണ്ട് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഗൈഡ്, വാറണ്ടി ഗൈഡൊക്കെയാണത്. ഓക്കെ, ഇതിൻ്റെ മോഡൽ നമ്പറുകൾ, അതിൻ്റെ വോൾട്ടേജ് റേഞ്ച്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ID5AC4540 ആണ്. 130 മുതൽ 280 വരെ. അതിൻ്റെ ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 12 ആംപ്സിൻ്റെ 15 ആംപിയറിൻ്റെ ഉണ്ട്, 2 ടൺ. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 1.5 ടണ്ണിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റെബിലൈസറിനെ കുറിച്ചുള്ളത്. മാർക്കറ്റിലുള്ളതിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റെബിലൈസറാണിത്. അത്യാവശ്യം നല്ല ഹെവിയാണ് സാധനം.